ഇന്ന് ഞങ്ങളുടെ മലേഷ്യയിലെ 4th ആൻഡ് ലാസ്റ്റ് ഡേ ആണ്. ഇതാണ് ഞങ്ങളുടെ അറീന സ്റ്റാർ ഹോട്ടലിലെ ലോബി. ഞങ്ങൾ ഇപ്പോൾ ഗ്രാബ് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ അപ്പോൾ ഞങ്ങൾ അന്ന് ടിക്കറ്റ് എടുത്ത് പോയത് ജെൻഡിങ് സ്കൈലാൻഡ്സിന് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബസ് കയറാൻ പോവാണ്. ഇന്നും നല്ല തിരക്കുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു എല്ലാവരും കാണുന്ന ഒരു സ്ഥലമാണ് ജെൻഡിങ് സ്കൈലാൻഡ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് കറക്റ്റ് ആ ടൈമിന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബസ് ഏതാന്ന് നോക്കാം, എന്നിട്ട് അതിൽ കയറി സീറ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ജെൻഡിങ് ഹൈലാൻഡ്സിലേക്കുള്ള ബസ്. ഇത് ഇവിടുത്തെ ഒരു നോർമൽ ബസ്സാണ്. പെർ പേഴ്സൺ ഒരാൾക്ക് 10 റിംഗറ്റാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ ഇവിടെ ജെൻഡിങ് ഹൈലാൻഡ്സിൻ്റെ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുകളിൽ പോയിട്ട് കേബിൾ കാറിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ജസ്റ്റ് വാഷ്റൂമിലും കാര്യങ്ങളൊക്കെ പോയി നന്നായി ഉറങ്ങി. കാരണം അത്യാവശ്യം സമയം എടുത്തു ഇവിടെ എത്താൻ. ഒരു മണിക്കൂർ എടുത്തെടുത്തു. നന്നായി ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പം ഇനി ഒന്ന് ഫ്രഷ്നപ്പായിട്ട്, ഫ്രഷ്നപ്പ് മീൻസ് മുഖം കഴുകി ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വന്നത് ബസ്സിലാണ്. ഏറ്റവും ചീപ്പസ്റ്റ് വേ ടു ജെൻഡിങ് ഹൈലാൻഡ്സ് നമുക്ക് ബസ്സിൽ പോകുന്നത് തന്നെയാണ്. കാരണം ഗ്രാബ് ടാക്സി ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ 10 ടൈംസ് കൂടുതൽ ചാർജ് വരും. ഏറ്റവും നല്ലത് KL ബസ് സ്റ്റേഷനിൽ ഒരു ദിവസം മുന്നേ തന്നെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ്. KL ബസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ അവാന ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ജെൻഡിങ് ഹൈലാൻഡ് ബേസ് ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ധാരാളം ഷോപ്സ് ഒക്കെ ഉണ്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കേബിൾ കാർ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടിക്കറ്റ് എടുക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷെ നമുക്ക് കേബിൾ കാറിലോട്ടേക്ക് കയറാനായിട്ട് ഒരു 3/4 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കാണുന്ന പോലെ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റ്സും പിന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. അപ്പോൾ താഴേന്ന് ഫുഡ് കഴിക്കുന്നതിൽ വേറൊരു ലാഭം കൂടിയുണ്ട്. ഈ ജെൻഡിങ് ഹൈലാൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാത്തിനും വില കൂടുതലാണ്, ഭയങ്കര റേറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ താഴേന്ന് കഴിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ട്രിപ്പൊക്കെ ആണെങ്കിൽ താഴേന്ന് കഴിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് ലക്ഷറി കാര്യങ്ങളാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ചെന്ന് കഴിക്കാം. മിക്ക സ്ഥലത്തും സെൽഫ് ടിക്കറ്റിംഗ് ആണ്. സെൽഫ് ടിക്കറ്റിംഗ് കൗണ്ടർ മെഷീൻസ് ആണ്, അല്ലാതെ ആൾക്കാരൊന്നും ഇരിക്കുന്നില്ല. ഇവിടെ തന്നെ അപ്പോൾ 2 ടൈപ്പ് ഓഫ് കേബിൾ കാറുണ്ട്. അപ്പോൾ ഒന്ന് നോർമൽ നമ്മുടെ കേബിൾ കാറും, രണ്ടാമത്തത് അടിയിൽ ഗ്ലാസ് ആയിട്ടുള്ളതുണ്ട്. ഗ്ലാസ് ആയിട്ടുള്ളതിന് ചാർജ് കൂടുതലാണ്. ഏകദേശം ഒരു ഡബിളിനേക്കാളും കൂടുതൽ ചാർജ് കൂടുതലാണ്. അപ്പോൾ ഒരാൾക്ക് 50 റിംഗറ്റാണ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. അതേസമയം നമ്മളുടെ നോർമലിനാണെങ്കിൽ 18 റിംഗറ്റാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ കേബിൾ കാറിലേക്കുള്ള ക്യൂ. നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇവിടെ നിന്നിട്ടാണ് കേബിൾ കാറിലേക്കുള്ള എൻട്രൻസ് കിട്ടുള്ളൂ. ഏകദേശം
1 മണിക്കൂറോ 1.5 മണിക്കൂറോ ക്യൂവിൽ നിന്നതിന് ശേഷം ഞങ്ങൾ കേബിൾ കാറിൻ്റെ അടുത്ത് എത്താറായി. ഇപ്പം തന്നെ അടുത്ത് തുടങ്ങി. അപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേ വണ്ടിയിൽ തന്നെ തിരിച്ചു വന്നാലോ എന്ന് വിചാരിച്ചു തുടങ്ങി. അത്രയും തിരക്കാണ്. എന്നിട്ടും അത് കണ്ടില്ലേ, നമ്മൾ കയറിയ സ്ഥലത്തുനിന്ന് ഒരു വ്യത്യാസമില്ല, ക്യൂവിലൊരു മാറ്റവുമില്ല. ഇത്ര അധികം ആൾക്കാർ മലേഷ്യ കാണാൻ വരുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത്. ഇത്ര അധികം ആൾക്കാരാണ്. പക്ഷേ മറ്റേ ഗ്ലാസിൻ്റെ കേബിൾ കാറാണെങ്കിൽ ആൾക്കാരില്ല, അധികം ആൾക്കാരില്ല. അപ്പോൾ അത് 50 റിംഗിറ്റ് ആണെങ്കിലും അതെടുത്താൽ വർത്തിട്ടാണെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം ഇത്രയും 1.5 മണിക്കൂർ ക്യൂ ആണ് നിന്നത്. അതിൻ്റെ ഇപ്പോൾ കയറാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആ 50 റിംഗിറ്റ് പോകുന്നത് നോക്കണ്ട. ഗ്ലാസിൻ്റെ കയറുമ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ പോകാൻ വേണ്ടി നോക്കാം. ഇവിടെ 2.8 kilometers, a ride on the Awana Skyway will give you breathtaking views of the Malaysian tropical rainforest and mountainous landscape around Resort World Genting. Our next stop is Chin Swee Station. During opening times, guests may alight here for a free stopover at Chin. Di sini secara percuma untuk melawat kuil Gua Chin Swee, menikmati pengembaraan kebudayaan ini yang termasuk dengan pagoda 9 tingkat yang ikonik. Sky Terrace terbuka. Genting.com 查阅。感谢您选择搭乘云天缆车，我们祝您在云顶试点有个愉快的旅程。അപ്പോൾ ഞങ്ങൾ ഇവിടെ ജെൻറ്റിങ് ഹൈവേസിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 2 മാർഗമുണ്ട്, കേബിൾ കാർ അല്ലെങ്കിൽ റോഡ് വഴിയും പോരാം ഇങ്ങോട്ട്. എനിക്ക് തോന്നുന്നു എത്ര അടിയെന്ന് പറഞ്ഞു, അത്യാവശ്യം നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പ് കൂടുതലാണ്. ഇവിടെ ഒരുവിധപ്പെട്ടവരൊക്കെ വന്നിട്ട് ഒരു 2 days ഒക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെ കുറേ കാസിനോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ വന്നിറങ്ങിയത് ഒരു മാളിലോട്ടാണ്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ റിട്ടേൺ പോകാനായിട്ട് കുറച്ച് ക്യൂ ഒക്കെ നിന്ന്, അതിന് അത്ര അധികം ക്യൂ ഇല്ല, കാരണം കുറേ പേര് ഇവിടെ നിൽക്കാനായിട്ടും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മാളിലൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആ കൊക്കത്തേക്ക് വരുമ്പോൾ കുറച്ചിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഇറക്കം പോലെയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇറക്കാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പിടിച്ചാൽ പോകുന്നത്. പക്ഷെ പൊക്കത്തേക്ക് പോകുമ്പോൾ നല്ല സ്പീഡിൽ എടുത്തിട്ടാണ് പോകുന്നത്.
ഓക്കെ, അപ്പം ഇന്ന് മാളുടെ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം. എന്താ പറയുക, ഒരു നമ്മുടെ ലാസ് വേഗസിലൊക്കെ വന്നൊരു അനുഭൂതിയാണ് ഇവിടെ കിട്ടുന്നത്. ഭയങ്കര കളർഫുള്ളും കാര്യങ്ങളാണ്. കിഡ്സിന് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ആൾക്കാർക്ക് എല്ലാ വക സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ഇവിടെ വെച്ച് കണ്ടതിൽ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാള് എന്ന് പറയും. ഇതൊരു കാസിനോയാണ്. ഇതിൻ്റെ ഉണ്ടല്ലോ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ കുറച്ചൊക്കെ കാണാം. കുറച്ച് പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. മാള് കണ്ടല്ലോ, വലിയൊരു മാള്, അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടാതെ കാസിനോസും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ മുഴുവൻ നടന്നു കഴിഞ്ഞാലും ഇത് കണ്ടു തീർക്കാൻ പറ്റില്ല, അത്ര അധികം വലിയൊരു മാളാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് താഴേക്കൊക്കെ പോയി 2-3 നിലയും കൂടെ കണ്ടിട്ട് ഞാൻ പോവുകയാണ്, പെട്ടെന്ന് പോവുകയാണ്. We are going again on this thing. No, going to the station and going fast again. 이거 잡는 거. Second them. Look down. Look down. She's me. I want to get scared of you. 我記得有一個有聲喎，好大聲。 Is this not a glass? No, are you? Is it not? No. ഇപ്പോൾ കേബിൾ കാർ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് KL സെൻട്രൽ ബസ് ടെർമിനലിലെത്തി. അപ്പോൾ ഇവിടുത്തെ ഫുഡുകൾ ഇഷ്ടംപോലെ കഴിച്ച് മടുത്ത് ഇപ്പോൾ അവസാനം ഞങ്ങൾ കഞ്ഞിയിലോട്ടായിരിക്കുകയാണ്. ഇവിടെ കഞ്ഞി കുടിക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ അതേ കഞ്ഞിയല്ല, കുറച്ച് ഉടഞ്ഞിട്ടുള്ള ഒരു പൊടിയരി കഞ്ഞി പോലത്തെ ഒരു സംഭവമാണ്. പ്ലസ് ഇതിൻ്റെ കൂടെ പപ്പടം പോലെ, നമ്മുടെ അവിടെ പപ്പടം കഴിക്കുന്ന പോലെ ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു ബ്രെഡ് പോലത്തെ സാധനമാണ്, ബ്രെഡ് വറുത്ത പോലെ. കൊള്ളാം. അപ്പോൾ ഇവിടെ എല്ലാവരും കഞ്ഞിയാണ് കുടിക്കുന്നത്. ഈ കട കഞ്ഞിക്ക് വേണ്ടി സ്പെഷ്യലാണ്. നാട്ടിലെ കഞ്ഞി കുടിക്കാത്തവളാണ്. അപ്പോൾ ഇന്നൊരു ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് വാക്കിന് വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കുലാലംപൂറിലെ റിവർ ഓഫ് ലൈഫ്. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ഫൗണ്ടനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഈവനിങ്ങിൽ വാക്കിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റും കാര്യങ്ങളും പിന്നെ മലേഷ്യക്കാരും ഒക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ പാർക്കിൻ്റെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു റിവർ പോകുന്നു, അതിൻ്റെ 2 സൈഡിലുമായിട്ട് പാർക്കും വാക്ക് വേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്.
അപ്പോൾ രാത്രിയിൽ ഇതിൽ ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ പടുകൂറ്റൻ സിറ്റി ലൈഫിനിടയിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നൊരു മെയിൻ സ്പോട്ടാണ് റിവർ ഓഫ് ലൈഫ്. അങ്ങനെ നടന്ന് ഞാൻ സെൻട്രൽ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെയായിരുന്നു വന്നത്. അപ്പോൾ ഇത്രയും ബിസിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ ജസ്റ്റ് വാക്കിനിറങ്ങിയപ്പോൾ അതുവഴി പോയതാണ്. അപ്പോൾ നൈറ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഫുൾ ബിസി ഒരു ഏരിയ ആണ് ഈ സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഈ അമ്പലത്തിലേക്കൊന്നും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു ഹിന്ദു നമ്മളുടെ ഇന്ത്യൻ ടെമ്പിൾ പോലത്തെ ഒരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയുന്ന പോലെ തമിഴന്മാർ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഒരു അമ്പലമാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ജലാൻ പത്തലിംഗ് മാർക്കറ്റിലാണ്, ചൈനീസ് മാർക്കറ്റിലാണ്. അപ്പോൾ രാവിലെ കണ്ട ആ ഒരു വ്യൂവേ അല്ല, ഇപ്പോൾ ഫുൾ ആ പാത്ത് വേ മൊത്തം കടകളായി. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫസ്റ്റ് കോപ്പി ബാഗ്സും കാര്യങ്ങളൊക്കെയാണ്.